ക്ലാസ് ലീഡർ ഉണ്ടല്ലോ, നിങ്ങളുടെ ക്ലാസ് ലീഡർ എങ്ങനത്തെ ടൈപ്പാണ്? അല്ലെങ്കിൽ നിങ്ങളൊരു ക്ലാസ് ലീഡർ ആണെങ്കിൽ നിങ്ങൾ എങ്ങനത്തെ ടൈപ്പാണ്? അതായത് ഇപ്പോൾ ഒരു ഫ്രീ പീരീഡ് കിട്ടിക്കഴിഞ്ഞു എന്ന് വിചാരിക്കുക. ഫ്രീ പീരീഡ് കിട്ടിക്കഴിഞ്ഞാൽ വേഗം തന്നെ സ്റ്റാഫ് റൂമിൽ ഓടിച്ച് നിന്നിട്ട് മാത്സ് ടീച്ചറെയോ അല്ലെങ്കിൽ വേറെ ഏതെങ്കിലും ടീച്ചേഴ്സിനെ ക്ലാസ്സിലോട്ട് വിളിച്ചുകൊണ്ട് വരുന്ന ടൈപ്പാണോ നിങ്ങളുടെ ക്ലാസ് ലീഡർ? അതോ നിങ്ങളെല്ലാവരുടെയും അഭിപ്രായത്തെ മാനിച്ചിട്ട് ഫ്രീ പീരീഡ് കിട്ടിയാലും വേറെ ടീച്ചേഴ്സിനെ ഒന്നും ക്ലാസ്സിലോട്ട് വിളിച്ചുകൊണ്ട് വരുന്നില്ല, അല്ലെങ്കിൽ PT പീരീഡ് ചെന്നിട്ട് ഒരു PTക്ക് പൊക്കോട്ടെ, PT പീരീഡ് തന്നൂടെ എന്നൊക്കെ പറഞ്ഞ് ചോദിക്കുന്ന ഒരു ടൈപ്പാണോ? എങ്ങനത്തെ ക്ലാസ് ലീഡറാണ് നിങ്ങളുടെ? ആദ്യത്തെ ടൈപ്പാണോ സെക്കൻഡ് ടൈപ്പാണോ? അല്ലെങ്കിൽ നിങ്ങളൊരു ക്ലാസ് ലീഡറാണ്, ഇതിൽ ഏത് ടൈപ്പിൽ പെടും? ഇപ്പോൾ നിങ്ങൾ സെക്കൻഡ് ടൈപ്പാണെന്നുണ്ടെങ്കിൽ യെസ്, യുവർ ക്ലാസ് ലീഡർ ഈസ് എ ഡെമോക്രാറ്റിക് ലീഡർ. കാരണം എന്തുകൊണ്ടാണ്? കാരണം എല്ലാവരുടെയും ഒപ്പീനിയനെ കണക്കിലെടുത്തുകൊണ്ട് ചെന്നിട്ട് കാര്യങ്ങൾ അവതരിപ്പിക്കുന്ന ഒരു ലീഡറാണ് അല്ലേ ഡെമോക്രാറ്റിക് ലീഡർ എന്ന് പറയുന്നത്. നേരെ ഓപ്പോസിറ്റ് ഫസ്റ്റ് ആണെങ്കിലോ, അതായത് നിങ്ങളുടെ ഒന്നും ഒപ്പീനിയൻസ് ചോദിക്കാതെ എല്ലാ കാര്യങ്ങളും സ്വയം ചെയ്യുന്ന ആളെ നമുക്ക് ഡെമോക്രാറ്റിക് ലീഡർ എന്ന് വിളിക്കാൻ പറ്റില്ല അല്ലേ? എന്തുകൊണ്ടാണ് നമ്മൾ അങ്ങനെ ഒരാളെ ഡെമോക്രാറ്റിക് ലീഡർ എന്ന് വിളിക്കുന്നത്? അത് അല്ലെങ്കിൽ എന്തിനാണ് നമുക്ക് ഡെമോക്രസി? നമുക്ക് വാട്ട് ഈസ് ഡെമോക്രസി എന്ന് അറിയാം. കാരണം ഒരു കളക്റ്റീവ് ഡിസിഷൻ മേക്കിംഗ് പ്രോസസ്സിനെയാണ് നമ്മൾ ഡെമോക്രസി എന്ന് ജനറലി വിളിക്കുന്നത്. ബട്ട് വൈ ഡെമോക്രസി? എന്തിനാണ് നമുക്ക് ഡെമോക്രസി? നിങ്ങൾക്ക് തന്നെ ജസ്റ്റ് ഇമാജിൻ ചെയ്യാവുന്നേ ഉള്ളൂ. നിങ്ങളുടെ ക്ലാസ് ലീഡർ തന്നെ എല്ലാ കാര്യങ്ങളും ഒറ്റയ്ക്ക് തീരുമാനിച്ചു കഴിഞ്ഞാൽ എന്തൊക്കെ പ്രശ്നങ്ങൾ ഉണ്ടാവാം. അത് തന്നെയായിരിക്കും ഒരു കൺട്രിയിലും സംഭവിക്കുക. മനസ്സിലായോ? നമ്മുടെ പൊളിറ്റിക്കൽ സയൻസിൽ 10th സ്റ്റാൻഡേർഡിലെ ഫസ്റ്റ് ചാപ്റ്റർ ഇതാണ് ഡീൽ ചെയ്യുന്നത്. വാട്ട് ഈസ് ഡെമോക്രസി ആൻഡ് വൈ ഡെമോക്രസി. ഇതിനെക്കുറിച്ച് നമുക്ക് വളരെ ഡീറ്റെയിൽ ആയിട്ട് ഡെമോക്രസിയെക്കുറിച്ച് വളരെ ഡീറ്റെയിൽ ആയിട്ട് നമുക്ക് പഠിക്കാനുണ്ട്. അപ്പോൾ ഇതിനെക്കുറിച്ച് ഒരുപാട് ഡീറ്റെയിൽ ആയിട്ടൊക്കെ അറിയാൻ വേണ്ടിയിട്ട് ഡു ജോയിൻ ഇൻ ദ നിയോ ഹോം ട്യൂഷൻ.